നമസ്കാരം. ഏറെ കോളിളക്കം സൃഷ്ടിച്ച പെരിയ ഇരട്ടക്കൊലക്കേസിൽ 14 പ്രതികൾ കുറ്റക്കാർ എന്നാണ് CBI കോടതിയുടെ കണ്ടെത്തൽ. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെ കൊലക്കുറ്റവും ഗൂഢാലോചനയും തെളിഞ്ഞിട്ടുണ്ട്. ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള CPI നേതാക്കൾ കുറ്റക്കാർ എന്ന് കോടതി കണ്ടെത്തി. 10 പ്രതികളെ കോടതി വെറുതെ വിട്ടു. ശിക്ഷാവിധി വെള്ളിയാഴ്ചയാണ്. ന്യൂസ് ഈവനിംഗ് പരിശോധിക്കുന്നു. നീതി കിട്ടിയോ? പെരിയിൽ കൊല്ലപ്പെട്ട ശരത് ലാലിന്റെ പിതാവ് ശ്രീ സത്യനാരായണൻ, ഇടനിരീക്ഷകൻ ശ്രീ റജി ലൂക്കോസ് എന്നിവരാണ് ഈ ചർച്ചയിൽ ചേരുന്നത് നമ്മോടൊപ്പം. ആദ്യം ശ്രീ സത്യനാരായണനിലേക്കാണ്. ശ്രീ സത്യനാരായണൻ, CBI കോടതിയുടെ വിധിയാണ്. CPI നേതാക്കളടക്കം കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. നീതി കിട്ടിയെന്ന വിശ്വാസമുണ്ടോ? നീതി കിട്ടിയെന്ന് പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ കുറ്റം 14 പ്രതികൾക്കെതിരെ കുറ്റം തെളിയിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് കോടതിക്ക് ബോധ്യപ്പെടുത്തി. അപ്പോൾ അത് കോടതി എന്ന് പറഞ്ഞ 14 പ്രതികൾ കുറ്റം ചെയ്തതായി തെളിഞ്ഞു. പക്ഷെ അതിൽ സംതൃപ്തിയുണ്ട്. അതിൻ്റെ വിധി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിയതുകൊണ്ട് അതിൻ്റെ ആ വിധി എങ്ങനെ വരുന്നോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ തൃപ്തിയും എന്ന് പറയുന്ന ഈ പ്രവർത്തനത്തിൻ്റെ ഫലം കാണുന്ന അവിടെയാണ് നമുക്ക് കൃത്യമായി പറയാൻ പറ്റൂ. പിന്നെ വെറുതെ വിട്ട 10 പ്രതികൾ ഗൂഢാലോചനയെ ബന്ധപ്പെട്ട് അവരെ കൂടെ ഉണ്ടായിരുന്ന 10 പ്രതികളെ വെറുതെ വിട്ടതിലുള്ള ഒരു നീരസം നമുക്ക് വളരെയധികം ഉണ്ട്. അത് വളരെയധികം വേദന ജനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. കാരണം നമുക്ക് കുറ്റം ചെയ്തവർക്ക് എല്ലാവർക്കും ശിക്ഷ കിട്ടണമെന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തിലാണ് നമ്മൾ ഇത്രയും ഈ 6 വർഷക്കാലമായി ഈ അന്വേഷണത്തിൻ്റെ കൂടെ CBI അന്വേഷണം പോലുള്ള സുപ്രീം കോടതി വരെ പോയി അവിടെ നിന്നും ഏത് വാങ്ങിയൊന്ന് ഈ അന്വേഷണത്തിനും CBI അന്വേഷണത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഇതിൻ്റെ 2 വർഷമായി ഇതിൻ്റെ വിചാരണ തുടങ്ങിയിട്ട് ഇതിൻ്റെ 100-160ഓളം സാക്ഷികളെ വിസ്തരിക്കാൻ ഇവിടെ കൊച്ചി CBI കോടതിയിൽ കൊണ്ടുവന്ന് അതിൻ്റെ എല്ലാം പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഒരുപാട് അനുഭവിച്ചു. അപ്പോൾ അതിൻ്റെയൊക്കെ ശിക്ഷ ഒരാൾക്കും കിട്ടാതിരിക്കുമ്പോഴുള്ള വിഷമമുണ്ട്. പക്ഷെ എല്ലാവർക്കും ശിക്ഷ കിട്ടണമെന്നുള്ള ഒരു രീതിക്ക് തന്നെയാണ് നമ്മൾ ഇതുവരെയും പ്രവർത്തിച്ചത്. അതിന് വേണ്ടുന്ന തക്കതായ തെളിവുകൾ നമ്മൾ കൃത്യമായി നൽകിയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ കോടതി അവരെ വെറുതെ വിട്ടിരിക്കുന്നു. അത് ഇപ്പോൾ ഇതിനു ശേഷം അവർക്ക് ശിക്ഷ കിട്ടത്തക്ക രീതിയിൽ നമ്മൾക്ക് അതിൻ്റെ നീതിന്യായ വ്യവസ്ഥ പ്രകാരം പ്രോസിക്യൂട്ടറുമായി ബന്ധപ്പെട്ട് അത് അതിൻ്റെ നിയമവശങ്ങളിലേക്ക് പോകണമെന്നാണ് നമ്മുടെ അഭിപ്രായം. പക്ഷേ ഇതൊക്കെ ഇതിൻ്റെ ശിക്ഷാവിധി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് മറ്റ് കാര്യങ്ങളിലേക്കുള്ള ചർച്ചയോ അതിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനോ ഇടപെടാനോ പറ്റൂ. ശിക്ഷാവിധി വരേണ്ടതുണ്ട്, അതുവരെ കാത്തിരിക്കാം. പക്ഷെ അപ്പോഴും നേരത്തെ ശ്രീ സത്യനാരായണൻ, ഇപ്പോൾ ഈ CBI എത്തിയ സാഹചര്യം നമ്മൾക്കറിയാം. എങ്ങനെയാണ് CBI വന്നത്? അതിനൊട്ടേറെ പോരാട്ടങ്ങൾ നടത്തേണ്ടി വന്നു, നിയമ പോരാട്ടം നടത്തേണ്ടി വന്നു, രാഷ്ട്രീയമായി പോരടിക്കേണ്ടി വന്നു. ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം, ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കണ്ടെത്തിയ കുറ്റക്കാരുണ്ടല്ലോ, ആ പട്ടിക വിപുലീകരിക്കപ്പെടുന്നുണ്ട് CBI വരുമ്പോൾ. അപ്പോൾ അതിൽ 4 പേർ കൂടി അധികം ഇപ്പോൾ വരുന്നു. ആ 4 പേരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുന്നു. അപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ ക്രൈംബ്രാഞ്ച് സ്വീകരിച്ച ഒരു നിലപാട്, അവരുടെ സമീപനം, CBI എത്തിയപ്പോൾ കൂടുതൽ പ്രതികൾ വരുന്നു, അവർ കൂടി കുറ്റക്കാരാകുന്ന സാഹചര്യം. അന്വേഷണത്തിന്റെ തുടക്കവും ഈ CBIയുടെ അന്വേഷണവും ഈ കോടതി വിധി വരുമ്പോൾ താങ്കൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്, ശ്രീ സത്യനാരായണൻ? കോടതി വിധി CBI വന്നതിന് ശേഷം ഒരുപാട് ഇവരെ വകുപ്പുകളിലും ഇവരെ പ്രതികളെ കണ്ടെത്താനുള്ളതിലും വകുപ്പുകളിലും ക്ലാരിറ്റി വരുത്താൻ സാധിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് ക്രൈംബ്രാഞ്ച് ആണെങ്കിൽ ദുർബലമായ വകുപ്പുകൾ ചേർത്ത് എല്ലാ പ്രതികളെയും പിടികൂടാതെ ക്രൈംബ്രാഞ്ച് സിസ്റ്റം ഒന്ന് സർക്കാർ ഇങ്ങോട്ട് വിട്ടത് തന്നെ അത് ഈ കേസ് ദുർബലപ്പെടുത്താൻ വേണ്ടി നിസ്സാരമായ വകുപ്പുകളിട്ട് അതൊന്നും സാക്ഷികളെന്നും കൃത്യമായി പറയാതെയോ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെയോ ഒരു എഴുതാൻ വേണ്ടി വിട്ട സംഘമായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അവരെ പ്രതി പട്ടികയിൽ ചേർത്ത ആൾക്കാരെ പോലും അത് ക്ലാരിറ്റി വരുത്തിയതും അത് കൃത്യതയോട് പോയതും CBI വന്നതിന് ശേഷമാണ്. അതിൻ്റെ കുറ്റപത്രം നല്ല രീതിക്ക് കൊടുക്കാൻ പറ്റിയത് CBI അന്വേഷണത്തിന് ശേഷമാണ്. അപ്പോൾ ഇല്ലെങ്കിൽ അത് ദുർബലമാണ്. അത് ആണല്ലോ നമ്മൾ CBI അന്വേഷണത്തിൽ കോടതിയെ സമീപിച്ചതും ഇത്രയും ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ച ഒരു സർക്കാരിനെതിരെ സർക്കാരിന് നമ്മൾക്ക് വേണ്ടി നിലകൊള്ളേണ്ട സർക്കാർ
അവർക്കെതിരെ നമ്മൾ വാദിക്കാനും നമ്മൾ പറയാ ഓരോ വ്യക്തികൾക്കും വരുന്ന ഈ ദുരന്തത്തിന് സംരക്ഷണം നൽകേണ്ട സർക്കാർ ചെയ്തു കൂട്ടിയ ഒരു പ്രവൃത്തിയെ അത് ആർക്കും നിരക്കുന്നതല്ല, അത് ഈ സമൂഹത്തിന് നിരക്കുന്നതല്ല. അതിൽ നീതിയോ അല്ലെങ്കിൽ ജനാധിപത്യപരമോ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോയതിലുള്ള ദുഃഖവും വേദനയും സങ്കടവും ഒക്കെ നമ്മൾക്ക് ഈ മക്കൾ മരിച്ചതിൽ കൂടുതൽ അതിൻ്റെ മേലെ വന്ന് ഭവിച്ചവരാണ്. പിന്നെ സാമ്പത്തികമായും മറ്റു പരാതികളും ഒരുപാട് പ്രയത്നങ്ങളും ഉണ്ട്. അപ്പം ഇതൊക്കെ ചെയ്യുന്ന ഒരു സർക്കാരിൻ്റെ ചിന്താഗതിയാണ്, അവരുടെ ഈ നിയമവ്യവസ്ഥയെ അട്ടിമറിക്കാനുള്ള ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് നമ്മൾ ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാധ്യത. പിന്നെ നമ്മൾക്ക് ആകെ ആശ്രയം കോടതി മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൽ അന്വേഷണം കൃത്യമായിട്ട് പോകണം. CBI വന്നാൽ മാത്രമേ കുറച്ചെങ്കിലും നല്ല രീതിക്ക് പ്രതികളെ പിടിക്കപ്പെടാനോ അല്ലെങ്കിൽ അതിന്റെ കുറ്റപത്രം കൃത്യമായി കൊടുക്കാനോ പറ്റുമെന്നുള്ള ബോധ്യം നമ്മൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇത്രയും പ്രവർത്തിച്ചു. അതിന്റെ ഫലം ഒരുവിധം ഒരു 70% നമുക്ക് തൃപ്തികരമാണ്. ബാക്കിയുള്ളത് ഈ വിധി കൃത്യമായ കുറ്റക്കാരെ കണ്ടെത്തി വിധി വന്നതിന് ശേഷമേ നമുക്ക് പറയാൻ പറ്റൂ. അത് കോടതി എന്ത് നൽകുന്നു അത് അവർക്ക് തക്കതായ ശിക്ഷ കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ബാക്കി പൊളിറ്റിക്സിന്റെ കാര്യമാണെങ്കിൽ ഇപ്പോൾ അതിന്റെ തലപ്പത്തിരിക്കുന്ന ജില്ലയിൽ നമ്മളിവിടെ തലപ്പത്തിരിക്കുന്ന 10 വർഷം MLA ആയിട്ടുള്ള KB കുഞ്ഞിരാമൻ അടക്കം അത് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയ സ്ഥിതിക്ക് അവരെ നമ്മളെ പാർട്ടിയല്ല, നമ്മൾ CPM ബന്ധമില്ല എന്ന് പറയുന്നതൊക്കെ അവരെ എല്ലായ്പ്പോഴും പാടി നടക്കാറുണ്ട്. അവർ ചെയ്യും, അവരല്ല എന്ന് പറയും. അതിനല്ലാതാക്കാൻ വേണ്ടിയിട്ട് കള്ളങ്ങൾ നുണവർ പറഞ്ഞുകൊണ്ടിരിക്കും. സത്യങ്ങൾ പറയുന്ന സത്യകാര്യങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യന് കള്ളങ്ങൾ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർക്ക് നുണ പ്രചരണം കൊണ്ട് മാത്രം വളർന്നൊരു പാർട്ടിയാണ്, എന്തും ചെയ്യും. പക്ഷെ അതിന് വിട്ടുകൊടുത്തില്ല. നമ്മൾ ഇത്രയും ദൈവാനുഗ്രഹം കൊണ്ട് ഇത്രയും നടത്താൻ സാധിച്ചു. നമ്മുടെ പിന്നിൽ നമ്മുടെ UDF പ്രസ്ഥാനം തന്നെ, അതുപോലെ ഒരു വലിയൊരു സമൂഹം, മനുഷ്യത്വമുള്ള ഒരു സമൂഹം, മനുഷ്യ സ്നേഹമുള്ള ഒരു സമൂഹം ഇതിൽ വേദനിച്ച് നമ്മളെ കൂടെ നിന്നിരുന്നു. ഇതൊക്കെ നമുക്ക് ഒരു വലിയ പ്രചോദനമായിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രോസിക്യൂട്ടർമാർ, നമ്മുടെ പിന്നെ അഡ്വക്കേറ്റുമാർ, ഇവരൊക്കെ ഒരുപാട് ഇതിന് ത്യാഗങ്ങൾ സഹിച്ചു. നമുക്കൊരു ആത്മധൈര്യം അവരെ ഈ പ്രവർത്തനത്തിൽ കൂടിയൊക്കെയാണ് കിട്ടിയത്. ഇല്ലെങ്കിൽ സാധാരണ ഒരു മനുഷ്യൻ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നെങ്കിൽ എന്താ ചെയ്യുക? മരിച്ചത് പോയി, തീർന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് നമുക്ക് ഇത്രയും ഈ കേസ് വിടുംബരെ എത്തിക്കാൻ പറ്റിയത് ഒരു ആത്മവിശ്വാസം, ഒരു ധൈര്യവും ഈ ഇത്രയും വേദനിക്കുന്ന മനസ്സിന് കഴിഞ്ഞത് തന്നെ ഒരു ദൈവ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അത് ഈ പാർട്ടിക്ക് കൊടുക്കുന്നൊരു മെസ്സേജാണ്. കാരണം ഇവർക്ക് ശിക്ഷ കിട്ടിയില്ലെങ്കിൽ ഈ പാർട്ടി എന്ത് ചെയ്യാൻ മടിക്കാത്തൊരു കൂട്ടരാണ്, എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, അവരെ സംരക്ഷിക്കുക. അതിന് ഇത് വിട്ടുകൊടുത്തില്ല. അതിപ്പോൾ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന KB കുഞ്ഞിരാമനെ പോലുള്ള ആൾക്കാരിലേക്ക് കുറ്റങ്ങൾ കണ്ടെത്താൻ CBIക്ക് സാധിച്ചത് അതിൽ നമുക്ക് ഒരു കൃതജ്ഞതയുണ്ട്. നാളെ വരുന്ന തലമുറയ്ക്ക് ഇങ്ങനെ കുറ്റകൃത്യം ചെയ്യാതിരിക്കാൻ ഈ കുറ്റത്തിന്റെ ഇപ്പോ ചെയ്ത കുറ്റത്തിന്റെ ആ ശിക്ഷ എത്ര കാഠിന്യമുണ്ടോ അതിനനുസരിച്ചായിരിക്കും ഈ മെസ്സേജ് പോവുക കേരളത്തിലെ ജനതയ്ക്ക്. അതിനനുസരിച്ച് ഇപ്പോൾ ഇനി കുറ്റം ചെയ്താൽ നമ്മൾ ശിക്ഷിക്കപ്പെടുന്നുള്ള ബോധം വരണം. അതായിട്ടുള്ള നമുക്കതിന്റെ പിന്നിൽ. ശരി, താങ്കൾ ദയവായി തുടരുക. ശ്രീ റജി ലൂക്കോസ് ഇടത് നിരീക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ റജി ലൂക്കോസ്, CPMന്റെ മുൻ MLA പ്രതിസ്ഥാനത്തുണ്ട്. അദ്ദേഹത്തെ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. CPM പ്രതിരോധത്തിലാണല്ലോ, എന്തു പറഞ്ഞൊഴിയും ശ്രീ റജി ലൂക്കോസ്? ഉന്മേഷ്, ഇവിടെ തീർച്ചയായിട്ടും ഈ 2 ചെറുപ്പക്കാരുടെയും കൊലപാതകം അവരുടെ രാഷ്ട്രീയം എന്തുവാട്ടെ കേരള മനസാക്ഷി ജനിക്കുകയാണ്. 2 യുവാക്കള് അവരുടെ കുടുംബത്തിനെ അനാഥമാക്കിക്കൊണ്ട് ആ നടത്തിയ കൊലപാതകത്തിന് ഒരു കാരണവശാലായിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ തന്നെയുമല്ല, ഈ കൊലപാതകം നടന്ന ഉടനെ തന്നെ മുഖ്യമന്ത്രി അടിയന്തരമായ രീതിയിൽ കർശനമായ അന്വേഷണത്തിന് ഉത്തരവിട്ടു. വളരെ കർശനമായ രീതിയിൽ തന്നെ, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പോലീസ് അന്വേഷിച്ചു. ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് 14 പ്രതികളെ അറസ്റ്റ് ചെയ്തു. ഈ 14 പ്രതികളെ അറസ്റ്റ് ചെയ്തതിനു ശേഷമാണ് ആ കുടുംബങ്ങളുടെ നിയമ പോരാട്ടത്തിന്റെ ഫലമായിട്ട് കോടതി CBIയിലേക്ക് കൈമാറി. CBI വന്ന് 10 പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്ത് അങ്ങനെ ടോട്ടൽ 24 പ്രതികളെ അറസ്റ്റ് ചെയ്തു. ഇവിടെ ഈ ഭയങ്കരനായ അച്ഛന്റെ സാന്നിധ്യത്തിൽ ഒരു മറുപടി പറയാൻ ഒരു നിമിഷം ശ്രീ റജി ലൂക്കോസ്, ചെറിയൊരു സാങ്കേതിക തകരാറുള്ളത് കൊണ്ടാണ് താങ്കളിലേക്ക് എത്താം. ഒരു ചെറിയ സാങ്കേതിക തകരാറുള്ളത് കൊണ്ടാണ്. റജി ലൂക്കോസിന് മറുപടി പറയാൻ ശ്രമിക്കുകയായിരുന്നു, നമ്മളതിലേക്ക് എത്താം. ശ്രീ സത്യനാരായണൻ തുടരുന്നുണ്ട്. ശ്രീ സത്യനാരായണൻ, താങ്കളിപ്പോൾ നേരത്തെ പറഞ്ഞ് ഒടുക്കത്തിൽ പറയുകയായിരുന്നു, ഇത്തരം ഒരു വിധി വരുമ്പോൾ അത് ശക്തമായ വിധിയാകണം. ഇനിയും ഇത്തരമൊരു ക്രൂര കുറ്റകൃത്യം ചെയ്യാൻ അതിലേക്ക് ആരും പ്രേരിപ്പിക്കപ്പെടാൻ പാടില്ല. അതിനുതകുന്ന
ഒരു വിധിന്യായം ഉണ്ടാകണം, കോടതിയുടെ ഭാഗത്തു നിന്ന് അതുണ്ടാകും എന്നാണ് നമ്മളേവരും പ്രതീക്ഷിക്കുന്നത്. ശ്രീ സത്യനാരായണൻ. അതെ, അത് തന്നെയാണ് നമ്മളെ പ്രതീക്ഷയും. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്രയും പ്രയത്നിച്ചതും. പിന്നെ നമ്മൾക്ക് ഇപ്പോൾ നമ്മളെ മക്കളെ നഷ്ടപ്പെട്ട നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും, നമ്മളെങ്ങനെ ജീവിക്കും, എങ്ങനെ കഴിഞ്ഞുകൂടും? നമ്മുടെ വീട്ടിലുണ്ടല്ലോ കുഞ്ഞുങ്ങളുടെ അമ്മമാരും, ഇവരെയൊക്കെ ആശ്വസിപ്പിക്കാൻ ആരെ കൊണ്ട് പറ്റും? ഇതൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകുന്നു. ഇതിന്റെ ഇടയിൽ നമ്മൾ ഈ കേസും കൂട്ടുമുറി ഇവരൊക്കെ ശിക്ഷ കിട്ടി കൊടുക്കുമ്പോൾ ഒരു ഏക ആശ്രയം എന്നുള്ള ഒരു നിർവൃതി മാത്രമേ നമുക്ക് അതിനകത്തുള്ളൂ. അതുകൊണ്ട് അതിന് പോരാടി സമ്പത്തോ ഇതൊന്നും നോക്കാതെ എത്ര ബാധ്യത വന്നാലും നമ്മളതിന് പോരാടി. അതുപോലെ തന്നെ 43 കേസുകൾ നമ്മൾ കുട്ടികളുടെ പേരിൽ ഇവിടെ കല്യോട്ട് നാട്ടിലുള്ള ചെറുപ്പക്കാരെ 43 കേസുകളാണ് ഈ ക്രിമിനൽ കേസ് ഇട്ടുകൊടുത്തിട്ടുള്ളത്. പല കാര്യങ്ങളിലും ഇവരുടെ പേരിൽ കേസ് എഴുതി കൊടുക്കുക, ഇതാണ് ഇവരുടെ പരിപാടി. അപ്പൊ എങ്ങനെ തകർക്കാം? കൊല്ലുകയും കൊല്ലാക്കൊല്ലുകയും ബാക്കിയുള്ളവരെ. അപ്പൊ ഇതിനെല്ലാം ഒരു മോചനം നേടുക എന്ന് വെച്ചാൽ വലിയ പ്രയാസമാണ്. അപ്പൊ അതൊരു സർക്കാർ ചെയ്യുമ്പോൾ, ഒരു പ്രസ്ഥാനം മാത്രമല്ല ഒരു സർക്കാർ കൂടെ ചെയ്യുമ്പോൾ. ശരിയാണ് ശ്രീ സത്യനാരായണൻ, താങ്കളിലേക്ക് എത്താം. നേരത്തെ റജി ലൂക്കോസ് മറുപടി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ചെറിയ സാങ്കേതിക തടസ്സം ഉണ്ടായതാണ്. താങ്കളിലേക്ക് വരാം. ശ്രീ റജി ലൂക്കോസ് വീണ്ടും ചേരുന്നുണ്ട്. ശ്രീ റജി ലൂക്കോസ്, താങ്കൾ മറുപടി പൂർത്തിയാക്കിക്കോളൂ. തീർച്ചയായിട്ടും. അപ്പൊ അത് CPM ഒരു ഗൂഢാലോചന നടത്തി 2 ചെറുപ്പക്കാരെ കൊല ചെയ്യത്തക്ക ഒരു പ്രത്യേക കാരണം അവിടെ ഇല്ല എന്നുള്ളത് വളരെ വ്യക്തം. തന്നെയല്ല CPM അങ്ങനെയുള്ള പ്രവർത്തികളിൽ കൂട്ടുനിൽക്കുന്നതല്ല. അത് തന്നെയുമല്ല, ആ കൊലപാതകത്തിന് ശേഷം കണ്ടുപിടിച്ച 24 പ്രതികളിൽ CBI തന്നെ അറസ്റ്റ് ചെയ്തിട്ട് ഏതാണ്ട് 3ഓളം പേര് കോൺഗ്രസ് ചായ്വുള്ളവരാണെന്നുള്ളത് അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന്റെ വസ്തുത എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ശരത്ലാലിന്റെ കൃപേഷിന്റെ മരണം പോലെ വേദനാജനകമാണ് ധീരജിന്റെ, അതായത് ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ 21 വയസ്സ് പ്രായമുള്ള ഒരു ധീരജ് എന്ന് പറയുന്ന ഒരേ ഒരു മകൻ, മാതാപിതാക്കളുടെ മകനെ കുത്തിക്കൊന്നു. ഒറ്റ കുത്തിന് വന്ന നിഷ്ഠൂരനായിട്ടുള്ള പരമാവധി ഇന്ന് ഇവിടെ തുറന്ന സ്ഥലത്ത് ഇവിടെ നടക്കുന്നുണ്ട്. ആ പാർട്ടിയുടെ എല്ലാ സംരക്ഷണവും നേടിയിട്ടുണ്ട്. ശവസംസ്കാരത്തിന് പോലും 1 ഇഞ്ച് സ്ഥലമില്ലാതെ പാർട്ടിയാണ് ആ കുട്ടിയുടെ ശവം സംസ്കരിക്കാൻ വേണ്ടിയിട്ട് സ്ഥലം വാങ്ങിച്ചു കൊടുത്താൽ വീട്ടുകാരെ സഹായിച്ചത്. ആ കുടുംബത്തിന്റെ വേദന നമ്മൾ അറിയണം. ഇവരുടെ എല്ലാം ഈ കൊലപാതകത്തിൽ നഷ്ടപ്പെടുന്ന കുടുംബങ്ങളുടെ വേദന അത് പൊതുസമൂഹത്തിന്റെ വേദന തന്നെ, ഒരു തർക്കമില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയപരമായിട്ട് അതിനെ കാണാൻ നമ്മളെ പോലുള്ളവർക്ക് ഒരിക്കലും പറ്റത്തില്ല. പക്ഷെ പിന്നെ CV കുഞ്ഞിരാമൻ എന്ന് പറയുന്ന XMLA അദ്ദേഹം എന്ത് ഗൂഢാലോചന നടത്തുന്നുള്ളതിനെ കുറിച്ച് ഇതുവരെ ആർക്കും ഒരു അറിവുമില്ല. CBI സംബന്ധിച്ച് ഞാൻ പറയുന്നത്, ആ പിതാവിനെ വിഷമിപ്പിക്കാൻ പറ്റില്ല. CBI എപ്പോഴും കേരളത്തിലെ അല്ലെങ്കിൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആ സംസ്ഥാന സർക്കാരുകളെ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളെ വേട്ടയാടുന്ന ഒരു ഉപകരണമാണ്. സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് CBI വന്ന് നടത്തിയ ഈ അന്വേഷണത്തിൽ പൂർണ്ണമായി അത് ശരിയാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. തന്നെയല്ല, പ്രതിഭാഗം വക്കീല് ഇന്ന് പരസ്യമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഞാനും അതിനുശേഷം വാർത്തകളിലൂടെ മനസ്സിലാക്കിയ വസ്തുത എന്ന് പറയുന്നത് ഗൂഢാലോചന, CPMന്റെ ഗൂഢാലോചന സിദ്ധാന്തം ഈ കോടതി വിധിയിൽ ഇല്ല. അതുകൊണ്ടാണ് 10 പേരിൽ ഈ ഗൂഢാലോചന ആരംഭിച്ച പലരെയും വെറുതെ വിട്ടിട്ടുണ്ട് ഈ കോടതി. അപ്പൊ അതുകൊണ്ട് മേൽക്കോടതി പോകാനുള്ള അവകാശം പ്രതികൾക്കുണ്ട്. പാർട്ടിയെ സംബന്ധിച്ചോളം തീർച്ചയായിട്ടും ഈ പാർട്ടി CPM എന്ന് പറയുന്ന പാർട്ടി കൊലപാതകത്തിന് മുന്നിൽ നിൽക്കുന്ന പാർട്ടിയല്ല. 222 പേര് കേരളത്തിൽ CPMന്റെ രക്തസാക്ഷികളുണ്ട്. ഈ പറയുന്ന കോൺഗ്രസ്സുകാരാണ് അതിനകത്ത് മുഖ്യ കൊലയാളികൾ. RSSന്റെ BJPയുടെ നേതാക്കന്മാര് കൊലയാളി കൊന്നു തള്ളിയിട്ടുണ്ട്. അന്നൊന്നും പിന്നെ ഈ CPMന്റെ സഖാക്കൾ ചത്തൊടുങ്ങിയാൽ അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടാൽ ആർക്കും ഈ പുറത്തെ കൊല്ല മാനസിക സംഘർഷമൊന്നുമില്ല. ഇപ്പൊ ഞാൻ ധീരജിന്റെ കാര്യം പറഞ്ഞു, ധീരജിനെ കേരളം മുഴുവൻ ഏറ്റെടുത്താണ് ആ കൊലപാതകത്തിന്റെ വേദനകൾ. അപ്പൊ അതുപോലെ തന്നെ ഈ 2 യുവാക്കളുടെയും നിസ്സംശയം പറയാം, അതിൽ ഒരു തരത്തിലും ഈ കുറ്റവാളികളായ ഈ കൊലക്കത്തി താത്തിയവരെ വെറുതെ വിടാൻ പാടില്ല. അവർക്ക് കർശനമായ ശിക്ഷ തന്നെ കൊടുക്കണം. ഇല്ല, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് പോലും ഒരു ഇതില്ല. പക്ഷെ അതിന്റെ വലിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേട്ടയാടുന്നതിന് മാത്രമേ നമ്മൾ ഇതിലുള്ളൂ. മറ്റൊന്നിനോട് നമുക്ക് പിന്നെ എന്താ പറയുക, എതിരിൽ നിന്നുള്ളതാണ് അതിന്റെ വസ്തുത എന്ന് പറയുന്നത്. ഇപ്പൊ ആ പിതാവ് ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ ഏകദേശം നമുക്ക് ഊഹിക്കാൻ പറ്റും. ഇപ്പൊ എന്നെ നഷ്ടപ്പെട്ട എന്റെ പിതാവിന്റെ വിഷമം എന്നാ, അല്ലെ എന്റെ ഭാഗത്ത് നഷ്ടപ്പെട്ട എന്റെ വിഷമം എന്നാന്നുള്ളത് നമുക്ക് സങ്കല്പിക്കുന്ന അതീത. നഷ്ടപ്പെടുന്നവർക്ക് അതിന്റെ വേദന അറിയാൻ പറ്റില്ല. ആ 2 പേരുടെ അമ്മമാര് ഇന്ന് ആ സ്മൃതി കുടീരങ്ങളിൽ പോയി കണ്ണീരൊഴുക്ക് കണ്ടപ്പോ ഞാൻ സത്യം പറഞ്ഞ ചാനൽ മാറ്റിപ്പോയി. അത്രയ്ക്ക് വിഷമം നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പൊ അദ്ദേഹത്തിനോടൊപ്പം തന്നെയാണ് ഒരു സംശയമില്ല. പിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ എടുത്ത ഇനിഷ്യേറ്റീവ്, അദ്ദേഹം എടുത്ത താല്പര്യം, ശക്തമായ രീതിയിലുള്ള നടപടികളാണ് മുഖ്യമന്ത്രി ഉടനെ തന്നെ പ്രഖ്യാപിച്ചത്. അത് അദ്ദേഹത്തിന് ബോധ്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നത്. അതിന്റെ ഫലമായിട്ട് CBI ഇവിടെ പ്രത്യേകിച്ച് പറയാം, CBI സംബന്ധിച്ച് പറയാം വിശ്വസ്തയില്ലാത്തൊരു ഏജൻസിയാണ്. CBI കോടതി എന്ന് ഞാൻ വിമർശിക്കാൻ ആളല്ല. കോടതി മുമ്പ് ഒരു തെളിവനുസരിച്ചാണ് കോടതി വിധി പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പക്ഷേ ഇതിന്റെ പേരിൽ ഒരു പാർട്ടി
കുഞ്ഞിരാമൻ XMLA പോലെ ഒരാള് കൂടാനൂരിനടുത്ത് ഈ 2 നിരപരാധികളെ ചെറുപ്പക്കാരെ കൊന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും വിശ്വസിക്കുന്നുള്ളൂ. കാരണം ആ ചെറുപ്പക്കാര് അങ്ങനെയുള്ള കുട്ടികളല്ല. അതാണെന്നാണ് എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. അവർ കോൺഗ്രസ് ആയവരാണ്, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരാണ്. അവിടെ പ്രാദേശികമായിട്ട് എന്തോ ക്ഷേത്രത്തിലെ ഉത്സവമായിട്ടോ ഒക്കെയായിട്ട് ബന്ധപ്പെട്ട എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതൊരു പക്ഷേ ഒരു കൊലപാതകം സംഭവിച്ചതാകാം. അതും എനിക്ക് ആധികാരികത പറയാൻ പറ്റത്തില്ല. അന്നത്തെ അന്വേഷണത്തിലൂടെ അങ്ങനെയുള്ള ചില വാർത്തകൾ വന്നിരുന്നു. CBI അറസ്റ്റ് ചെയ്ത നേരത്തെ തന്നെ പറഞ്ഞ 3 പേര് ഈ കോൺഗ്രസ് ചായവുള്ളവരാണെന്നുള്ള അന്നത്തെ അന്വേഷണത്തിലൂടെ പുറത്തു വന്നത് വാർത്തകൾ നമ്മൾ വായിച്ചതിന്റെ പേര് ഞാൻ പറഞ്ഞതാണ്. അല്ലാണ്ട് നമുക്ക് അന്വേഷണ കമ്മീഷന്റെ ഉള്ളിൽ കയറുന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഈ വിധി ഒരു പാഠമാകണം എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും. എനിക്കതാ പറയാനുള്ളത്. ഞാനൊരു അത് തന്നെയാണ് നേരത്തെ ശ്രീ സത്യനാരായണനും പറഞ്ഞത്. ഈ വിധി പാഠമാകണം. ആ നിലയ്ക്ക് CPM പാഠമാകുമോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, CPM തന്നെ എങ്ങനെയാ പഠിപ്പിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. CPM ആണെന്നാണ് ഇവിടെ കൊലപാതകം നടന്നത്. ഞാനതിനല്ലേ ഞാൻ ഉദാഹരണം പറയുന്നത്. നാദാപുരത്ത് 18 വയസ്സുള്ള ഒരു പയ്യനെ, ഒരു കൊലപര് പെറ്റി കേസ് പോലും ഇല്ലാത്തൊരു പയ്യനെ 6 മുസ്ലിം ലീഗ് പ്രവർത്തകരെ നിഷ്ഠൂരമായി കുത്തിക്കൊന്നും വെട്ടി കൊന്നും. അതിൽ 5 പേര് ഇപ്പൊ ജയിലിൽ ജീവരുന്നതിന്, ഒരാളെ ഇസ്മായിൽ എന്ന് പറഞ്ഞ ഒരാളെ കണ്ടുപിടിക്കാറുണ്ട്. അയാൾ ആരോഗ്യ സംരക്ഷണം എവിടെയോ ജീവിക്കുന്നു. അപ്പൊ ഇതെല്ലാം വേദന പഠിപ്പിക്കുന്നതല്ലേ. ഒരു ഭാഗത്തിനെ മാത്രം പഠിപ്പിക്കുകയും മറ്റൊരു വിഭാഗത്തിനെ പഠിപ്പിക്കേണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് കൊല ചെയ്യാനും നാളുകളുടെ പ്രേരണ കൊടുക്കുന്നില്ലേ? അങ്ങനെ ആരും പറയുന്നില്ല ശ്രീ റിജി ലൂക്കോസ്. അങ്ങനെ ഒരു വാദമേ ഇല്ല. അല്ല, അതെ ഉന്മേഷം, ഞാൻ പറയുന്നത്, ഞാൻ പർപ്പസ് ആയിട്ട് തന്നെ പറഞ്ഞ ഇത് എത്രയോ ലക്ഷങ്ങൾ കാണുന്ന ചർച്ച, ഇതൊരു പാഠമായിരിക്കണം എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും. അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നാട്ടിൽ ഇപ്പൊ കേരളത്തിൽ ആരെവിടെ ഒരു കൊലപാതകം നടത്താലും ഏതെങ്കിലും ഒരു പാർട്ടിയുടെ തലയ്ക്ക് വെക്കുക. അത് കൂടുതലും നമ്മുടെ CPM പേരിൽ. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. 2 വർഷം മുമ്പ് മട്ടന്നൂര് ഇതുപോലെ തന്നെ ചെറുപ്പക്കാരനെ കൊന്നു. ഒറ്റ മിനിറ്റുള്ളിൽ ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തു, മട്ടന്നൂരിൽ ഇന്നയാളെ CPM കൊലപ്പെടുത്തി എന്നാ പറഞ്ഞത്. പക്ഷെ ബാക്കി വെച്ചാൽ 3 മണിക്കൂറിന് ശേഷം വയനാട്ടിലെ തോൽപ്പെട്ടി എന്ന് പറയുന്ന നമ്മുടെ ബോർഡറിൽ വെച്ച്, അതിർത്തിയിൽ ചെക്ക് പോസ്റ്റിൽ വെച്ച് ഇവരെ പിടിച്ചു. അവരാരായിരുന്നു? അതേ RSS BJP-ക്കാരായിരുന്നു ഈ ചെറുപ്പക്കാരനെ കൊന്നു. അല്ലായിരുന്നെങ്കിൽ ഇന്നും അതിന്റെ വഴി CPM കേട്ടിരുന്നേ. നമ്മളെത്ര ചർച്ച ചെയ്ത അതിനെ കുറിച്ച്. അപ്പൊ ഇത് ഒരു ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ അത് ഒരു രാഷ്ട്രീയ വെക്കുക എന്നൊരു ഹോബി. ഇവിടെ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നത് CPM തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും ഞാൻ പറയുന്നു, ഞാൻ അസംയുക്തമായിട്ട് പറയുന്നു, ഇത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഒരു പാഠമായിരിക്കണം. അതിന് പഴി ആര്യന്റെ പേരിൽ വസ്തുതകൾ എന്താണെന്നുള്ളവരും പിന്നീട് നമുക്ക് മനസ്സിലാക്കാം. ഈ കോടതിയിലെ വിധിന്യായങ്ങൾ മുഴുവൻ പുറത്തു വന്നിട്ടില്ല. എന്താണ് ബഹുമാനപ്പെട്ട CBI കോടതി അതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷെ എന്തായാലും കുറ്റവാളികളാണെന്ന് കണ്ടെത്തി കഴിഞ്ഞു. അവർക്ക് ശിക്ഷ 3-ാം തീയതി വിധിക്കും. ആ വിധി വരുമ്പോൾ നമുക്കറിയാം ഏതെല്ലാം രീതിയിലാണ് ആ വിധിയിൽ ഇവിടെ കടന്നു പോകുന്നത്. ഈ കുഞ്ഞിരാമൻ XMLA പ്രതി ചേർത്തത് പോലീസ് സ്റ്റേഷനിൽ ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള പേരില്ല. അത് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പഠിച്ചിരിക്കുന്നതനുസരിച്ച് ജനങ്ങളോടൊപ്പം ജീവിച്ചുകൊണ്ടിരുന്ന 2 തവണ MLA ആയ വളരെ മാന്യനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. പറ്റേക്ക് ഈ 2 ചെറുപ്പക്കാരെ, അതും അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കിലോമീറ്റർ ദൂരെയുള്ള 2 ചെറുപ്പക്കാരെ ഗൂഢാലോചനയോടെ കൊന്നു എന്ന് പറയുന്നത്. ശ്രീ റിജി ലൂക്കോസ്, താങ്കളിലേക്ക് എത്താം. വീണ്ടും ഒരു ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്, അദ്ദേഹത്തിലേക്ക് എത്താം. ശ്രീ സത്യനാരായണൻ തുടരുന്നുണ്ട്. ശ്രീ സത്യനാരായണൻ, അദ്ദേഹം എല്ലാ കൊലക്കേസുകളിലും ഇത്തരത്തിൽ നീതി വേണമെന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് പൊതുവിൽ പറയാൻ കഴിയുന്നൊരു വാദമാണ്. CPM മാത്രം എല്ലാവരും പ്രതിസ്ഥാനത്ത് നിർത്തുന്നു എന്നതാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു ആരോപണം. നമ്മൾ പല ഘട്ടത്തിലും ഇത്തരത്തിൽ കേസുകളുമായി ബന്ധപ്പെട്ടത് കേട്ടിട്ടുള്ളതും ആണ് ഇത്തരത്തിലുള്ള വാദഗതികൾ CPM നേതാക്കളും സഹയാത്രികരും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ആ നിലയ്ക്കല്ലല്ലോ ഈ വിഷയത്തെ സമീപിക്കുന്നത്. ഇത് വലിയ വേദനയാണ്, വലിയ വിഷമമാണ്, ഒരു കുടുംബത്തിൻ്റെ ദുരന്തമാണ്, ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്തതാണ്, അതിൽ ഒരു തർക്കവുമില്ല. CPM അങ്ങനെ ആസൂത്രിതമായി പ്രതിസ്ഥാനത്ത് അവിടെ നിർത്തുന്നുണ്ടോ ശ്രീ സത്യനാരായണൻ? അല്ല, അത് നമ്മൾ പറയേണ്ടതില്ലല്ലോ. അത് CPM ഉത്തരവാദിത്തപ്പെട്ട ജില്ലാ നേതാക്കളും ഏരിയ സെക്രട്ടറിമാരും അത് ലോക്കൽ സെക്രട്ടറിമാരും ഒക്കെയാണല്ലോ ഇതിലെ പ്രതികൾ. അവരെ താഴെ തട്ടിലുള്ള ബ്രാഞ്ച് കമ്മിറ്റി അടക്കമില്ല, അതിൽ മൊത്തമില്ല ആൾക്കാരാണല്ലോ പ്രതികൾ. ഇതിൽ റിജി ലൂക്കോസ് അവിടെ നിന്ന് ഇരുന്ന് പറയാൻ നിയോഗിച്ചതായിരിക്കും. അവർക്ക് എന്തെങ്കിലും പറയണ്ടേ? അത് സത്യങ്ങൾ വായന കൊണ്ട് പറയില്ലോ. അയാൾ ഒന്ന് പറഞ്ഞൊരു സത്യം മാത്രമേ ഉള്ളൂ. മനുഷ്യരെല്ലാവരും കൊല്ലപ്പെട്ട് കഴിഞ്ഞാലും അത് ശരിയല്ല, അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് മാത്രമേ അയാൾ വായിന്ന് വന്നൊരു സത്യമുള്ളൂ. ബാക്കിയെല്ലാം മാർക്സിസ്റ്റ് പാർട്ടി CPM-കാർ കൊല ചെയ്താൽ അത് അല്ലാതാവുമോ? അത് ഇയാൾ പറഞ്ഞാൽ അല്ലാതെ. പഴയ കാലത്തൊക്കെ മാധ്യമങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് പോയി കവലപ്രസംഗം നടത്തിയിട്ട് തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ഇയാൾ നമ്മളെ നാട്ടിൽ നിന്ന് നടന്ന നമ്മൾക്കറിയപ്പെടുന്ന ആൾക്കാരും ഇവിടെ നടന്ന സംഭവങ്ങൾ സത്യാവസ്ഥ അറിയുന്ന ആൾക്കാർ അവിടുന്ന് അല്ല കോൺഗ്രസ്സുകാർ കൊന്നതെന്ന് അവിടുന്ന് ഇരുന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾ വിശ്വസിക്കുമോ? അല്ല അയാൾക്ക് എന്ത് മാന്യതയാണ് അതിനകത്തുള്ളത്?
രാഷ്ട്രീയ കൊലപാതകം എന്ന് വെച്ചാൽ ഇവർ പറയുന്നു കോൺഗ്രസ്സുകാരാന്ന് കൊല്ലുന്നു, കോൺഗ്രസ്സുകാരെ എവിടെയാ കൊല്ലുന്നില്ല. കോൺഗ്രസ്സുകാരെ വെട്ടിക്കൊന്നിട്ട് അത് മറ്റൊരു പരിപാടിക്ക് ഇടുന്നതല്ലേ. ഇപ്പൊ കണ്ണൂർ നടന്ന സംഭവം നിങ്ങൾക്ക് അറിയില്ലേ? അവരെ CPM-കാരനെ കൊന്നിട്ട് അവരെന്താ പറയുന്നത്? ആരെ രക്ഷപ്പെടുത്താനാണ് കളിക്കുന്നത്? അയാൾ ചോദിക്കത്. അയാൾ പറയുന്നുണ്ടല്ലോ, അവരെ ഈ രാഷ്ട്രീയത്തെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് മാത്രം പിന്നെ ഇവിടെ കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകന്മാരോ രാഷ്ട്രീയത്തിൻ്റെ ആൾക്കാരോ ഒക്കെ അവർക്ക് അതേ തൊഴിലുള്ളൂ. അവർക്ക് അതങ്ങനെ പറയാനേ പറ്റൂ. അതിലൊന്നും ജനങ്ങൾക്ക് ഇനിയിപ്പോൾ അതിലൊന്നും പിന്നെ വലിയ കാര്യമൊന്നുമില്ല. അവരെ വാക്കിനൊന്നും വിലയില്ല. അവർക്ക് ഇങ്ങനെ പറയണം എന്തെങ്കിലും ഇരുന്നിട്ട്. പിന്നെ ആ മനുഷ്യന്മാരുടെ ഒരു അവസ്ഥ നോക്കണേ. അവരിരുന്ന് പറയുമ്പോൾ അവരൊരു ഒന്നുമില്ലെങ്കിൽ ഈ നാട്ടിൽ ജനിച്ചൊരു മനുഷ്യരല്ലേ. വാക്ക് പറയുമ്പോൾ ഇത്ര കള്ളങ്ങളും നുണകളും ഇങ്ങനെ അടിച്ചേൽപ്പിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോഴുള്ള ഒരു മനുഷ്യനായി പറന്നു കഴിഞ്ഞാൽ അപ്പോൾ അത് മനസ്സിലാകുന്നില്ല. പിണറായി നല്ല കാര്യമാണ് ചെയ്തതാണ്. എന്താണ് ക്രൈംബ്രാഞ്ചിനെ വിട്ടു, സ്പെഷ്യലി അതിൽ സത്യസന്ധമായ അന്വേഷണം പോകുമ്പോൾ അവരെ ഉദ്യോഗസ്ഥന്മാരെ മാറ്റിയതാണ് സത്യസന്ധമായ കാര്യങ്ങൾ. ഇവിടെ കോൺഗ്രസ് ആരത് കൊന്നതെന്ന് ഏത് മാധ്യമങ്ങളിൽ ആരാന്ന് ഒന്നെന്നാ ഇയാൾ ഭരിക്കട്ടെ. പിന്നെ പ്രത്യേകിച്ച് ഒന്നും അവരെ മാർക്സിസ്റ്റ് പാർട്ടിയല്ലേ ഭരിക്കുന്നത്. അവിടെ കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ മനുഷ്യനെല്ലാവരും ഒരുപോലെയാണ്, ജീവനെല്ലാവരും ഒരുപോലെയാണ്, എല്ലാവർക്കും അത് വേദന ഒരുപോലെയാണ്, അതിലെ മരണം ജീവനും എല്ലാം ഒരുപോലെയാണ്. അപ്പോൾ അതിൽ അന്വേഷണം നടത്തേണ്ട ഉത്തരവാദിത്തപ്പെട്ട് ഇപ്പം മാർക്സിസ്റ്റിൻ്റെ സർക്കാരല്ലേ, അവരെ അന്വേഷിച്ച് പിടിച്ചുകൂടെ? ഇയാളെന്താ ഇത് പറയുന്നത്? മാർക്സിസ്റ്റുകാരല്ലേ ഭരിക്കുന്നത്. ഇപ്പോൾ 5-8 വർഷമായില്ലേ. ഇവർ ഇവിടെ ഇരുന്നിട്ട് പറയുന്നതിന് പകരം ഇവർ നീതി പുലർത്തേണ്ടവർ, ഇവിടെ ഇരുന്ന് ന്യായം പറയുന്നവർ, അത് നീതിക്കാരി പൊരുതാൻ ഇവർക്ക് പറ്റുന്നുണ്ടോ? അവരെ രാഷ്ട്രീയക്കാരെ സംരക്ഷിക്കാൻ മാത്രമായിട്ട് ഒരു ഭരണം, അവർക്ക് വേണ്ടിയിട്ട് മാത്രം ഈ നാടിപ്പോൾ ഒരു ഭരണം, മറ്റുള്ളവരെല്ലാം ഇല്ലാണ്ടാക്കുക, എന്നിട്ട് ഇരുന്ന് നുണ പറയാന്നല്ലാതെ. ശരി, താങ്കളിലേക്ക് എത്താം. ശ്രീ റെജി ലൂക്കോസിന്റെ മറുപടിയിലേക്കും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചർച്ചയിലേക്കാണ്. ശ്രീ റെജി ലൂക്കോസും ശ്രീ സത്യനാരായണൻ തുടരുന്നുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോൾ ഇതിൽ നീതി കിട്ടാൻ വേണ്ടി സർക്കാരിന്റെ ഇടപെടൽ, മുഖ്യമന്ത്രി എടുത്ത പ്രയത്നം, അതൊക്കെ താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ. അപ്പോഴും ഈ CBIയുടെ വരവ് തടയുന്നതിന് വേണ്ടി സർക്കാർ നടത്തിയ ശ്രമങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. സുപ്രീം കോടതി വരെ നീണ്ട നിയമ പോരാട്ടം കൂടി അവിടെ കിടക്കുന്നുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, അറിയാമല്ലോ, CBI P. ജയരാജന്റെ പേരിൽ ഉള്ള കേസ് CBIക്ക് കോടതി കൊടുത്ത് അദ്ദേഹത്തിനോട് കാണിച്ച ക്രൂരതകൾ എന്താണെന്നറിയാം. ഈ CBI വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നീതിപരമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കത്തില്ല. അത് വെറുതെ സർക്കാരിനെ CPM-നെ വേട്ടാടാൻ വേണ്ടിയിട്ടുള്ള ഉപകരണമായിട്ട് കേന്ദ്ര സർക്കാർ ഉപയോഗിക്കും. അത് തീർച്ചയായിട്ടും തടയണം. അത് തടയേണ്ടത് തന്നെയാണ്. അതല്ലാതെ കൊണ്ടുള്ള നല്ല അന്വേഷണ ഏജൻസികൾ നമുക്കുണ്ട്. അവരുടെ ലക്ഷ്യം CBI പോലുള്ള അന്വേഷണ ഏജൻസിയുടെ ലക്ഷ്യം രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയിട്ട് അവർ ഉപയോഗപ്പെടുന്നു എന്നുള്ളൊരു വസ്തുതായ കാര്യം. അതിപ്പം രാഷ്ട്രീയ ശത്രു നാളെ കോൺഗ്രസ് ഭരിച്ചാൽ ഇത് തന്നെയായിരിക്കും ആവർത്തിക്കാൻ പറ്റും. നമ്മുടെ മുമ്പിൽ ഒരുപാട് തെളിവുകളുണ്ട്. അത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനും കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡറും പിന്നെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ അതിനെക്കുറിച്ച് ലേഖനങ്ങൾ അവർ എഴുതിയിട്ടുണ്ട് 1999 സെപ്റ്റംബർ 12 അപ്പൊ 2019 ക്ഷമിക്കണം. ഇപ്പൊ ഞാനീ പറയാൻ കാരണം ഇതൊന്നും ഈ കൊലപാതകത്തിനായി ചെയ്യാൻ പറയുന്നില്ല. അദ്ദേഹത്തിനോടുള്ള വിഷമവും വേദനയും അദ്ദേഹത്തിന്റെ മനസ്സിലെ വേദനകളും നമ്മൾ ഉൾക്കൊണ്ട് തന്നെ സംസാരിക്കുന്നത്. കുറെ ആളുകളെ തള്ളി പറയാൻ തന്നെ ഞാനും ഈ ചർച്ചയ്ക്ക് പങ്കെടുത്തു തന്നെ. പക്ഷെ അതിന്റെ പേര് യാഥാർത്ഥ്യങ്ങളിൽ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ മറച്ചു വെച്ച് സംസാരിക്കേണ്ട കാര്യമുണ്ടോ? ഞാനല്ലേ ചർച്ചയുടെ തുടക്കത്തിൽ ഉന്മേഷം പറഞ്ഞത് ആ കൊലപാതകം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ചങ്ക് തകർന്നൊരു കൊലപാതകം. 2 ചെറുപ്പക്കാര് നല്ല വിടുമുടക്കന്മാരുടെ യുവാക്കളുടെ കുടുംബത്തിന്റെ പ്രതീക്ഷയായി അവർ ജീവിതം തുടർന്നു. അങ്ങനെ ഒരു ഭാഗത്ത് താങ്കൾ പറയുന്നുണ്ട്, പക്ഷെ മറുഭാഗത്ത് ഈ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ CPM നേതാക്കൾക്ക് സംരക്ഷണ കവചം ഒരുക്കുകയും ചെയ്യുന്നുണ്ട് താങ്കൾ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒരുപാട് ക്രൂരതകളും ക്രൂശിക്കലും ഏറ്റെടുത്ത പാർട്ടിയാണ് CPM. നിരപരാധികളായി എത്രയോ പേര് ജയിലിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന, അതിനെ എപ്പോഴും നമ്മൾ കണ്ടില്ല എന്ന് അടിക്കാൻ പറ്റുമോ? അതൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണോ കൊലപാതകം? ശ്രീ റെജി ലൂക്കോസ്, അല്ല, അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയേണ്ടത് പാർട്ടിയാണ്. പാർട്ടി അത് പറഞ്ഞു കഴിഞ്ഞു. CPM-ന് ഈ കൂടാതെ പങ്കില്ല എന്നുള്ളത്. ആ പങ്കില്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ ഒരു ന്യായീകരണമായിട്ട് വരുന്നത് ശരിയില്ല. പാർട്ടി ഇത് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ LDF-ന് ഇതുപോലെ ഏതെങ്കിലും കേസുകളിൽ ഒരു CPM നേതാവ് പ്രതിയാകുമ്പോൾ പാർട്ടിക്ക് പങ്കുണ്ട് എന്ന് CPM ഏതെങ്കിലും ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടോ ശ്രീ റെജി ലൂക്കോസ്? അല്ല, CPM പൊതുവെ അങ്ങനെ കൊലപാതകമായിട്ട് നടക്കാറില്ലല്ലോ. എത്രയോ സഖാക്കളെ, ഞാനൊരു കണക്ക് പറഞ്ഞല്ലേ, 212 സഖാക്കളെ കണ്ണൂർ, തലശ്ശേരി ജില്ലകളിലും തിരുവനന്തപുരം പോലുള്ള ജില്ലകളിലുമായിട്ട് കൊന്നൊടുക്കിയത് ആരാ? അവരൊന്നും മരിക്കുമ്പോൾ ആർക്കും ഒരു വേദനയില്ല. അത് പങ്കുവച്ചത് മാത്രമല്ല, അല്ലാണ്ട് ഈ വേദനയെ കുറച്ച് കണ്ടോണ്ടല്ല. ഇപ്പൊ ഞാൻ ധീരജ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്റെ ആ 21 വയസ്സുള്ള കുട്ടിയെ കൊന്നതാരാ? ഒരു പൈലി എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ്. അയാള് ജാമ്യത്തിലിറങ്ങി
KPCC സ്വീകരണം കൊടുക്കുന്നു, ജോളയാത്ര പങ്കെടുപ്പിക്കുന്നു, അത് കഴിഞ്ഞുള്ള എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും പ്രചരണത്തിനായി ഉപയോഗിക്കുന്നു. അങ്ങനെയൊക്കെ ഒരു കൊലപാതകം എഴുന്നള്ളിച്ചു നടക്കുമ്പോൾ ഇത്തരക്കാരായ കുറ്റവാളികൾ കണ്ട ഏതെങ്കിലും ഒരാളെ ഈ CPM പരിരക്ഷിച്ചായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഈ സമൂഹത്തിന് മുമ്പിലല്ലേ ഇതുപോലെ ക്രിമിനലിലേക്ക് പൊക്കിക്കൊണ്ട് നടക്കുന്നത്? മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അയാളെ ഒളിപ്പിച്ചു വെക്കും. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ല. അപ്പൊ അതിനൊന്നും ഒരു പ്രശ്നമില്ല. അവരെയൊക്കെ ജസ്റ്റിഫൈ ചെയ്യുകയും ഈ അതിനെ ആരും ന്യായീകരിക്കുന്നില്ല ശ്രീ റജി ലൂക്കോസ്, ആരും ന്യായീകരിക്കുന്നില്ല. അല്ല, തീർച്ചയായിട്ടും ഉന്മേഷ് ചന്ദ്രമാരുടെ ഞാൻ സ്വാഗതം ചെയ്തു. അതിനെ ന്യായീകരിക്കുന്നവരുണ്ട്, അതിനെ ന്യായീകരിക്കുന്നവർ. അങ്ങനെ ന്യായീകരിക്കുന്നതിന് തെളിവല്ലേ സംസ്ഥാന നേതാക്കന്മാർ തന്നെ ഇയാളെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് എല്ലായിടത്തും. അതിലെ ഏറ്റവും വലിയ അവരെ ആരെങ്കിലും തള്ളി പറയുന്നുണ്ടോ? അപ്പം എന്താ പറയുക, ഒരു വൺ സൈഡ് ആയിട്ട് ഇത് ചർച്ചയല്ല, വൺ സൈഡ് ആയിട്ട് നീതീകരണവും അനീതിയും വൺ സൈഡ് ആയിട്ട് കാണുന്നതിനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ CPM പ്രവർത്തകരിൽ ചില ആളുകൾ, CPM മെമ്പർഷിപ്പ് പ്രവർത്തകരായ ചില ആളുകൾ ഇവർ രണ്ടുപേരുടെ കൊലപാതകത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്നുള്ളവരും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയതാണ്. പക്ഷെ അത് CPM ഗൂഢാലോചനയാണെന്ന് പറയുമ്പോഴേ നമുക്ക് അതിനകത്ത് ബുദ്ധിമുട്ടുള്ളൂ. അതിപ്പോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിച്ചവരായിരിക്കും. ആരൊക്കെ ഞാൻ പറഞ്ഞല്ലോ, 3 പേര് കോൺഗ്രസ് പ്രവർത്തകരാണെന്നത് വാർത്ത വന്നതാ. മനോരമ പോലുള്ള മാധ്യമങ്ങളിൽ പോലും വന്നിട്ടുണ്ട് അറസ്റ്റ് ചെയ്തതിൽ 3 പേര് കോൺഗ്രസ് പ്രവർത്തകരാണ്. അപ്പോൾ അതിനകത്ത് മനസ്സിലാക്കുന്ന പ്രാദേശികമായ വിഷയം അവിടെ ഉണ്ട്. അതിന്റെ പേരിലാണ് ഈ ചെറുപ്പക്കാരെ കൊന്നൊടുക്കിയത് എന്ന് നമ്മൾ നിഗമനത്തിലെത്തേണ്ടി വരും. അതൊക്കെയും ശിക്ഷാവിധി പുറത്തു വരുമ്പോൾ അതൊക്കെ തള്ളിപ്പോവുകയാണല്ലോ ശ്രീ റജി ലൂക്കോസ്. താങ്കൾ തുടരുക. ശ്രീ സത്യനാരായണൻ, ഇപ്പോൾ നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുന്നു. ഇനി 2 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഈ ഒരു വിധി അത് പുറത്തു വരുമ്പോൾ ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങൾ അത് അവസാനിപ്പിക്കുന്നതിനുള്ള അല്ലെങ്കിൽ ശക്തമായ സന്ദേശം നൽകുന്ന ഒരു വിധിന്യായം, അങ്ങനെ താങ്കൾ ഇതിനെ കാണുന്നുണ്ടോ? നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ശിക്ഷാവിധി കൂടി പുറത്തു വരേണ്ടതുണ്ട്. പക്ഷെ അപ്പോഴും ഈ കുറ്റക്കാരെന്ന് തെളിയുന്ന ഘട്ടത്തിൽ കോടതി അത് കണ്ടെത്തുമ്പോൾ അത്തരത്തിൽ ഒരു നിരീക്ഷണം താങ്കൾക്കുണ്ടോ ശ്രീ സത്യനാരായണൻ? അല്ല, നമ്മൾക്കത് തന്നെയല്ലേ ഉള്ളൂ. കുറ്റക്കാരെ കണ്ടെത്തിയെന്ന് പറയുന്നത് തന്നെ അവരെ കുറ്റം ചെയ്തു എന്നുള്ളതാണല്ലോ കോടതി പറയുന്നത്. കുറ്റം ചെയ്തു എന്നതിൻ്റെ തെളിവടക്കം ബോധ്യപ്പെട്ടു കോടതിക്ക്. അവർ കുറ്റം ചെയ്തു. അപ്പോൾ കൊല നടത്താൻ അവരാണ് കൊല നടത്തിയതെന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ കുറ്റത്തിൻ്റെ സീരിയസ് അനുസരിച്ചിട്ട് അതിൻ്റെ ശിക്ഷ കൊടുക്കേണ്ട കോടതി അത് 3 പറയുന്നും പറഞ്ഞു. അത് നമുക്കൊരു വളരെ ഒരു സന്തോഷമുള്ള കാര്യം. സന്തോഷം എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിൽ സന്തോഷം ഉണ്ടാവില്ല, കാരണം നമുക്കത് പോയി. എന്തായാലും ഒരു ആത്മനിർവൃത്തി, പ്രവർത്തിച്ചതിൻ്റെ ഫലം ഉണ്ടല്ലോ എന്നുള്ളത് വന്നിട്ടുണ്ട്. പക്ഷേ അത് ബാക്കിയുള്ളവർ അതിൽ രക്ഷപ്പെടുമ്പോഴാണ് നമുക്ക് കുറേ ആൾക്കാർ ഇത് കുറ്റം ചെയ്തവർ പുറമേ പോയി വിലസുമല്ലോ. ഇനിയിപ്പോൾ നാളേക്കും ഇതിൻ്റെ ദുരവസ്ഥ വരുന്ന ഇവരെ കൊണ്ട് ഇതല്ലേ, അങ്ങനെയുള്ളൊരു വിഷമമുണ്ട്. അതിനെ നമുക്ക് നീതിപരമായി പോകാമെന്നല്ലാണ്ട് നമുക്ക് സർക്കാർ പിന്നെ ഇല്ലല്ലോ. സർക്കാർ അവരെ രക്ഷപ്പെടുത്താൻ നോക്കുകയല്ലേ. പിന്നെ റജി ലൂക്കോസ് പറയുന്ന രാഷ്ട്രീയം പറയാന്ന് വെച്ചാൽ നമുക്ക് അവരോടൊന്നും പറയാൻ പറ്റില്ല. അയാൾ ഒന്നുണ്ട്, പ്രത്യേകിച്ചുണ്ട്. ഒന്ന് ഈ കോൺഗ്രസ്സുകാർ എന്ന് പറഞ്ഞിട്ട് ചാനൽ വന്നിട്ട് അവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ടല്ലോ, ഒന്നത് തെളിയിക്കാനൊക്കെ അയാളെ വാക്ക് കൊണ്ട് ഇങ്ങനെ കള്ളങ്ങൾ നുണ പറയും. അയാളെ കൊണ്ടൊന്ന് തെളിയിക്കാനൊക്കെ. സമയക്കുറവ് മൂലമാണ് ശ്രീ സത്യനാരായണൻ ഇടപെടുന്നത്. ശ്രീ റജി ലൂക്കോസ്, താങ്കളുടെ മറുപടി, അതുകൊണ്ട് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. അല്ലാതെ തീർച്ചയായിട്ടും കുടുംബത്തിന് നീതി കിട്ടുക, അദ്ദേഹത്തിന്റെ വിഷമം കൊണ്ട് അദ്ദേഹം എന്തെങ്കിലും പറയുന്നതിനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് യാതൊരു ബുദ്ധിമുട്ടില്ല. ആ കുടുംബത്തിന് നീതി കിട്ടണം. ആ കുടുംബത്തിന്റെ നീതി ലഭിക്കാനായിട്ട് കേരളത്തിന്റെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ജനങ്ങൾ കൂടുതൽ, പ്രത്യേകിച്ച് സ്ത്രീ അമ്മമാരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതിലൊരു തർക്കമല്ല കാര്യം. പക്ഷെ നെല്ലും അതിന് തിരിഞ്ഞ് എന്താണ് സത്യം എന്നുള്ള അറിയണം. അറിയാനുള്ള ആകാംക്ഷയും അറിയാനുള്ള അവകാശം കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഉണ്ട്, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുണ്ട്, പ്രത്യേകിച്ച് CPM-നുണ്ട്. അതേ എനിക്ക് ഈ ചർച്ച പറയാനുള്ളത്. അതിനുവേണ്ടി മാത്രമാണ് നമ്മളിപ്പോ ഈ ചർച്ച ഇത്ര സമയം നമ്മൾ ഈ ചർച്ചയിൽ ഇരുന്നത് തന്നെ. അത് നമ്മൾ ഉറച്ചു ശ്രദ്ധ വരും പറയും. അതുകൊണ്ട് ആ കൊലപാതകത്തിന് 1% ആയിരിക്കില്ല. അന്ന് മുതലേ അതിനെ തള്ളിപ്പറഞ്ഞ ഒരാളാണ് ശരി. സമൂഹത്തിന് ശക്തമായ പാഠമാകണം രാഷ്ട്രീയ കൊലപാതകങ്ങൾ. ഇനി ഈ നാട്ടിലുണ്ടായിക്കൂടാ എന്ന വിധിന്യായമായി അത് മാറുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നന്ദി ശ്രീ റജി ലൂക്കോസ്, ശ്രീ സത്യനാരായണൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇതോടെ ന്യൂസ് ഈവനിംഗ് ചർച്ച പൂർത്തിയാകുന്നു. ഇന്ന് ഇതുവരെ കാണാം. പ്രവിത ലക്ഷ്മി എത്തും. നമസ്കാരം.